അപ്പോൾ നമ്മൾ എൽസിഫ് ലാഡർ പഠിച്ചു അല്ലേ. എൽസിഫ് ലാഡർ പഠിച്ച സമയത്ത് അവിടെ നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രോബ്ലമായിട്ട് പറയാൻ പറ്റുന്ന രണ്ട് കേസുകളാണുള്ളത്. ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കോഡിൻ്റെ ലെങ്ത്ത് നല്ല കൂടുതലാണല്ലേ. അതിൻ്റെ സിൻടാക്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ആ രീതിയിലാണ്. കോഡിൻ്റെ ലെങ്ത്ത് കൂടും. കോഡിൻ്റെ ലെങ്ത്ത് കൂടിയാൽ സ്വാഭാവികമായിട്ടും എക്സിക്യൂട്ട് ചെയ്യേണ്ട ടൈം കൂടും. രണ്ടാമത് അവിടെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഒന്നാമത്തെ കണ്ടീഷൻ നമ്മൾ നോക്കി, ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അവിടെ വെച്ച് നിർത്തും. ആ കണ്ടീഷൻ ട്രൂ അല്ലെങ്കിൽ രണ്ടാമത്തെ കണ്ടീഷൻ നോക്കി, അല്ലെങ്കിൽ അടുത്ത കണ്ടീഷൻ, ആ രീതിയിലല്ലേ പോകുന്നത്. ഒന്നാമത്തെ കണ്ടീഷൻ ട്രൂ അല്ലെങ്കിൽ അടുത്തത് 1 by 1 ആയിട്ടാണ് അവിടെ ചെക്കിങ് നടക്കുന്നത്. അതുകൊണ്ടും അവിടെ ഒരു ടൈം ഡിലേ ഉണ്ടാവാം. ആ രണ്ട് പ്രോബ്ലത്തിനെ ഓവർകം ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ള ആളാണ് സ്വിച്ച്. അപ്പോൾ സ്വിച്ചിൻ്റെ കോഡിൻ്റെ ലെങ്ത്ത് സ്വിച്ചിൽ കുറവാണ്. രണ്ടാമത് 1 by 1 ആയിട്ട് ചെക്ക് ചെയ്യുന്നതിന് പകരം മറ്റേ ടൈമായിരിക്കും ചെക്കിങ് നടക്കുക. ഒരു മൾട്ടി-വേ ഡിസിഷൻ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അതിൻ്റെ സിൻടാക്സ് ഒന്ന് നോക്കാം. സ്വിച്ച് എക്സ്പ്രഷൻ, ഈ എക്സ്പ്രഷൻ ആണ് ക്രോസ് ചെക്ക് ചെയ്യുക. ഇനി കേസ്, അതൊരു കീവേഡാണ്. വാല്യൂ 1, വാല്യൂ 2, വാല്യൂ n വരെ വരുന്നുണ്ട്. ഒരു കോളൻ ഉണ്ട്, സ്റ്റേറ്റ്മെൻറ്റ് 1 സെമിക്കോളൻ ബ്രേക്ക്, ആ രീതിയിലാണ് നടക്കുന്നത്. ഇവിടെ മനസ്സിലാക്കേണ്ട 2-3 കാര്യം. ഈ എക്സ്പ്രഷനായിട്ട് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുക ഒരു ഇൻറ്റിജറിനെയോ അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിനെയോ നമ്മൾ എപ്പോഴും മെജോറിറ്റി കേസിലും സ്വിച്ചിൽ ആ രീതിയിലായിരിക്കും എക്സ്പ്രഷനായിട്ട് യൂസ് ചെയ്യുക. രണ്ടാമത് ഈ കേസ് എന്ന് എഴുതുന്നതും അതേപോലെ ഏറ്റവും ലാസ്റ്റ് ഡീഫോൾട്ട് എന്ന് ഞാൻ എഴുതിയ കണ്ടിട്ടുള്ളൂ. ഇതൊക്കെ കീവേഡ്സാണ്. ഇതൊക്കെ സ്മോൾ ലെറ്ററിൽ തന്നെ എഴുതണം. നമ്മളുടെ ഇഷ്ടാനുസരണം മാറ്റാൻ പറ്റില്ല. കേസിൻ്റെ അപ്പർ കേസിലോ അല്ലെങ്കിൽ കേസിൻ്റെ സ്പെല്ലിങ്ങോ ഡീഫോൾട്ട് സ്പെല്ലിങ്ങോ ഒന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല. രണ്ടാമത് വാല്യൂ 1, വാല്യൂ 2, വാല്യൂ n എന്നുള്ളത് നമുക്ക് മാറ്റാം. ഈ വാല്യൂ 1, വാല്യൂ 2, വാല്യൂ n ഈ എക്സ്പ്രഷനുമായിട്ട് ക്രോസ് ചെക്ക് ചെയ്യുന്നത്. ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് സെമിക്കോളൻ ബ്രേക്ക് ഉണ്ട്. ഈ ബ്രേക്ക് ഡീഫോൾട്ടാണ്, വേണമെന്ന് ബ്രേക്ക് ഓപ്ഷണലാണ്, വേണമെന്ന് നിർബന്ധമില്ല. അപ്പം വാല്യൂസ് യുണീക്കായിരിക്കണം, ഒന്നിൽ കൂടുതൽ ഒരിക്കലും വരാൻ പാടില്ല. അതാണ് ഒന്നാമത്തെ പോയിൻറ്റ്, വാല്യൂസ് യുണീക്കായിരിക്കണം. രണ്ടാമത് നമുക്ക് പറയാം വാല്യൂസ് ഒരിക്കലും എന്ത് വരാൻ പാടില്ല, ഒരു ഫ്ലോട്ടിംഗ് പോയിൻ്റായിട്ട് വരാൻ പാടില്ല. ഫ്ലോട്ടിംഗ് പോയിൻ്റായിട്ട് വന്നു കഴിഞ്ഞാൽ അത് തെറ്റാണ്, എറർ അടിക്കും. അതേപോലെ യുണീക്ക് അല്ലാണ്ട് ഒന്നിൽ കൂടുതൽ സെയിം വാല്യൂ വന്നു കഴിഞ്ഞാലും എറർ അടിക്കും. ഇനി അടുത്തത് ബ്രേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓപ്ഷണലാണ്. ഓപ്ഷണൽ എന്ന് പറഞ്ഞാൽ എഴുതിയാലും എഴുതിയിട്ടില്ലെങ്കിലും എറർ അടിക്കില്ല, പക്ഷെ ചെറിയ വ്യത്യാസം ഉണ്ടാവും. അത് ഞാൻ പറഞ്ഞുതരാം. ബ്രേക്ക് ഞാൻ ഇവിടെ എഴുതുമ്പോൾ ബ്രേക്ക് എന്ന് എഴുതിയാണ്. ബ്രേക്ക് ആക്ച്വലി സ്മോൾ ലെറ്ററിൽ മാത്രമേ എഴുതാൻ പാടുള്ളൂ. അതേപോലെ ഡീഫോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഓപ്ഷണലാണ്, എഴുതിയാലും എഴുതിയിട്ടില്ലെങ്കിലും പ്രശ്നമില്ല. പക്ഷേ അതിലൊക്കെ ചെറിയ വ്യത്യാസങ്ങളുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഇനി ഏറ്റവും ലാസ്റ്റ് തന്നെ ഡീഫോൾട്ട് എഴുതണമെന്നൊരു നിർബന്ധമില്ല. ഡീഫോൾട്ടിൻ്റെ പൊസിഷൻ എവിടെ വേണമെങ്കിലും എഴുതാം. നോർമലി സിൻടാക്സ് ലാസ്റ്റിലാണ് എഴുതുക, പക്ഷേ ലാസ്റ്റിൽ തന്നെ എഴുതണമെന്ന് നിർബന്ധമില്ല. സിൻടാക്സ് എഴുതുമ്പോൾ നിങ്ങൾ ലാസ്റ്റ് എഴുതിയാൽ മതി, പക്ഷേ മനസ്സിലാക്കി വെക്കുക ഡീഫോൾട്ട് ലാസ്റ്റിൽ തന്നെ എഴുതണമെന്ന് നിർബന്ധമില്ല. ഈ 4 പോയിൻ്റ് ഓർത്ത് വെക്കുക. അപ്പോൾ സ്വിച്ച് എന്തിനു വേണ്ടി പഠിച്ചു? എൽസിഫ് ലാഡറിൻ്റെ ഈ ഒരു പ്രോബ്ലം ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്വിച്ച് പഠിച്ചത്. സ്വിച്ചിൻ്റെ വാല്യൂസ് നിർബന്ധമായിട്ട് യുണീക്ക് ആയിരിക്കണം, വാല്യൂസ് ഫ്ലോട്ടിംഗ് പോയിൻ്റ് വരാൻ പാടില്ല, ബ്രേക്കും ഡീഫോൾട്ടും ഓപ്ഷണൽ ആവാം, ബ്രേക്കിൻ്റെ പൊസിഷൻ എവിടെയാണെങ്കിലും നമുക്ക് പ്രശ്നമില്ല. ഓക്കെ, ഇനി ഒരു കുഞ്ഞ് എക്സാമ്പിളാണ് ഞാൻ നോക്കുന്നത്. ഇവിടെ ഞാൻ ഈ പറഞ്ഞ പോയിൻ്റൊക്കെ ഈ എക്സാമ്പിളിലേക്ക് കൊണ്ടുവന്ന് കാണിച്ചു തരാം. ഒന്ന് എഴുതിയിട്ടുള്ളത് ഇൻറ്റ് നം ഈക്വൽ ടു 20. അതിൻ്റെ മീനിങ് ഏതോ ഒരു സ്ഥലത്ത് നമ്മിൽ ഞാൻ 20നെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാണ് അതിൻ്റെ മീനിങ്. രണ്ടാമത് സ്വിച്ച് ഓഫ് നം. അപ്പോൾ സ്വിച്ച് ഓഫ് നം എന്ന് പറയുമ്പോൾ നമ്മിലുള്ളത് 20ആണ്. ഈ 20നെ നമ്മൾ അറ്റ് എ ടൈം ഇവർ 3 പേരുമായിട്ട് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കും. അതിലേതാണോ എക്സാക്റ്റ് മാച്ച് വരുന്നത് അതുമായിട്ട് അതിൻ്റെ റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ആളെ മാത്രം നമ്മൾ പ്രിൻ്റ് ചെയ്യും. അതാണ് കൺസെപ്റ്റ്. ഇനി ഈ 20ന് ഈ 3ലുള്ള ആരുമായിട്ടും ഒരു എക്സാക്റ്റ് മാച്ച് കിട്ടുന്നില്ല എങ്കിൽ ഡീഫോൾട്ടിലുള്ള ആൾ പ്രിൻ്റ് ചെയ്യും. അപ്പം നോക്കി ഈ 20ന് ഇവിടെ ഒരു 20 ഉണ്ട്. അപ്പോൾ ഈ 20 മാച്ചാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ എന്തായിരിക്കും പ്രിൻ്റ് ചെയ്യുക? ഇവിടെ ഔട്ട്പുട്ടിലേക്ക് വരിക ഹായ് എന്നുള്ളതായിരിക്കും ഇവിടെ ഔട്ട്പുട്ടിലേക്ക് വരിക. ഈ 20നെ ക്രോസ് ചെക്ക് ചെയ്തപ്പോൾ ഇവിടെ ഔട്ട്പുട്ടിലേക്ക് 20 എന്നുള്ളത് വന്നു. ഇനി എൻ്റെ ചെറിയൊരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ പറഞ്ഞ ഒരു പോയിൻ്റാണ് എന്ത്, ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഓപ്ഷണലാണ്. ബ്രേക്ക് എഴുതിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പം ബ്രേക്ക് എഴുതിയിട്ടില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നാണ് ഞാൻ നോക്കുന്നത്. ഒന്നാമത് ഇവിടെ ഞാൻ ബ്രേക്ക് എഴുതിയിട്ടില്ല. അപ്പോൾ നമ്മൾ എന്താ ഔട്ട്പുട്ട് വരിക? ഈ 20ന് മാച്ച് ചെയ്തു. അപ്പോൾ ഹായ് പ്രിൻ്റ് ചെയ്തു. ഹായ് പ്രിൻ്റ് ചെയ്തിട്ട് അവിടെ നിൽക്കുമോ? നിൽക്കില്ല. തൊട്ട് താഴത്തേക്ക് തുള്ളും. താഴത്തേക്ക് തുള്ളിയിട്ട് എന്ത് കൂടെ പ്രിൻ്റ് ചെയ്യും? ഹലോ കൂടെ പ്രിൻ്റ് ചെയ്യും. അപ്പം ബ്രേക്ക് ഇല്ലെങ്കിൽ സംഭവിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് ഇല്ലെങ്കിൽ എപ്പോഴാണോ അടുത്ത ബ്രേക്ക് കാണുന്നത് അതുവരെ പ്രിൻറ്റിങ് നടന്നുകൊണ്ടേയിരിക്കും.
ഇനിയിപ്പോൾ ഈ 30ൻ്റെ അടുത്തും ബ്രേക്ക് ഇല്ലെങ്കിൽ എന്തുകൂടെ പ്രിൻറ്റ് ചെയ്യും? ഹായ് പ്രിൻറ്റ് ചെയ്യും, ഹലോ പ്രിൻറ്റ് ചെയ്യും, സോറി പ്രിൻറ്റ് ചെയ്യും. ഇവിടെ രണ്ടിടത്തും ബ്രേക്ക് ഇല്ല, എന്ത് പ്രിൻറ്റ് ചെയ്യും? ഹായ് പ്രിൻറ്റ് ചെയ്യും, ഹലോ പ്രിൻറ്റ് ചെയ്യും, സോറി പ്രിൻറ്റ് ചെയ്യും, ഓക്കെയും കൂടെ എന്ത് ചെയ്യും? പ്രിൻറ്റ് ചെയ്യും. അപ്പോൾ ഒരു സ്ഥലത്ത് ബ്രേക്ക് ഇല്ലെങ്കിൽ എററൊന്നും കാണിക്കില്ല, പക്ഷെ ഔട്ട്പുട്ട് വരിക എപ്പോഴാണോ അടുത്ത ബ്രേക്ക് കാണുന്നത് അതുവരെ എന്ത് ചെയ്യും? പ്രിൻറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇവിടെ ഹായ് ഹലോ പ്രിൻറ്റ് ചെയ്യും. അതാണ് ഈ ഓപ്ഷണൽ വന്നിട്ടില്ലെങ്കിൽ ഉള്ള ഒരു പ്രശ്നം. ഓക്കെ, അപ്പോൾ ആ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ശരി, ഇനി ഞാൻ അടുത്ത കാര്യം പറയാം. ഇവിടെ ഞാൻ ബ്രേക്ക് കൂട്ടി എഴുതുകയാണേ. ഇനി ഞാൻ പറഞ്ഞു കേസ് വാല്യൂ യുണീക്ക് ആയിരിക്കണം. ഇപ്പം ഞാനിത് ഈ 30 മാറ്റി ഞാനിവിടെ 20 എന്നാക്കി മാറ്റി, 30 മാറ്റി 20 എന്നാക്കി മാറ്റി. അപ്പോൾ ഇവിടെ കേസ് വാല്യൂ യുണീക്ക് അല്ലല്ലോ, 20 2 പ്രാവശ്യം വന്നു, യുണീക്ക് അല്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കേസാണെങ്കിൽ നമുക്ക് ഒരിക്കലും ഔട്ട്പുട്ട് കിട്ടില്ല, ഔട്ട്പുട്ട് ഒന്നും കിട്ടില്ല, പകരം എന്തായിരിക്കും വരിക? എററായിരിക്കും അടിക്കുക. അപ്പോൾ കേസ് വാല്യൂ യുണീക്ക് അല്ലെങ്കിൽ പ്രശ്നമാണ്. അതിപ്പോൾ രണ്ടാമത്തെ പോയിൻ്റ് ഞാൻ പറഞ്ഞു, കേസ് വാല്യൂ യുണീക്ക്. ഇനി ഫ്ലോട്ടിംഗ് പോയിൻറ്റ്, ഒന്ന് 20ഉം ഒന്ന് 20.5 ഇത് നമുക്ക് കണ്ടാൽ അറിയാം എല്ലാം യുണീക്കാണ്. ഒന്ന് 20 ഒന്ന് 20.5 ഒന്ന് 40 യുണീക്കാണ്. പക്ഷേ 20.5 എന്ന് പറഞ്ഞൊരു ഫ്ലോട്ടിംഗ് പോയിൻ്റാണ്. അതുകൊണ്ട് ഒരിക്കലും എന്ത് വരില്ല? ഇവിടെ എറർ വരില്ല, ഇവിടെ ഒരിക്കലും ഔട്ട്പുട്ട് കിട്ടില്ല. ഇതും എന്ത് തന്നെയായിരിക്കും വരിക? എററായിരിക്കും വരിക. അപ്പോൾ കേസ് വാല്യൂ യുണീക്ക് വരണം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. കേസ് വാല്യൂ യുണീക്ക് അല്ല വന്നതെങ്കിൽ എറർ അടിക്കുമെന്ന് ഞാൻ പറഞ്ഞു. കേസ് വാല്യൂ ഫ്ലോട്ടിംഗ് പോയിൻ്റ് വന്നു കഴിഞ്ഞാൽ എറർ അടിക്കുമെന്ന് പറഞ്ഞു. ബ്രേക്ക് ഓപ്ഷണൽ ആയാൽ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം കൂടെ ഞാൻ പറഞ്ഞു. ഇനി ഞാനിത് 20.5 മാറ്റുന്നു. ഞാൻ പഴയതുപോലെ ഇവിടെ 30 എന്ന് തന്നെ എഴുതി വെക്കുന്നു. ഇനി ഇവിടെ നം ഈക്വൽ ടു 30 എന്നുള്ളത് മാറ്റി നം ഈക്വൽ ടു 70 എന്നാക്കി ഞാൻ മാറ്റുകയാണ്. നമ്മിലിപ്പോൾ ഉള്ളത് 70. അപ്പോൾ 70 അറ്റ് എ ടൈം ഇവർ 3 പേരുമായിട്ട് ക്രോസ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ 70 ഒരിക്കലും 20ന് ഈക്വൽ അല്ല, 70 ഒരിക്കലും 30ന് ഈക്വൽ അല്ല, 70 ഒരിക്കലും 40ന് ഈക്വൽ അല്ല. അപ്പോൾ 3നും ഈക്വൽ അല്ലാതെ വന്നു. 3നും ഈക്വൽ അല്ലാതെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞത്? ഡീഫോൾട്ടിൽ എന്താണോ ഉള്ളത് അത് പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ ഡീഫോൾട്ടിലുള്ളത് ഓക്കെ ആണ്, അതുകൊണ്ട് ഔട്ട്പുട്ടിൽ എന്ത് വരും? ഓക്കെ വരും. ഓക്കെ പ്രിൻറ്റ് ചെയ്തു. അത് ഞാൻ പറഞ്ഞു. ഇനി ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് ഡീഫോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷണലാണ്. ഈ ഒരു കേസിൽ ഞാനിവിടെ ഡീഫോൾട്ട് എഴുതിയിട്ടില്ല എന്ന് വിചാരിക്കുക. ഡീഫോൾട്ട് ഓപ്ഷണലാണെന്ന് പറഞ്ഞു, എഴുതിയിട്ടില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാൻ 70 20 ക്രോസ് ചെക്ക് ചെയ്തു, അല്ല. 70 30 അല്ല, 70 40 അല്ല. അപ്പോൾ ഡീഫോൾട്ടായിട്ട് എന്തെങ്കിലും പ്രിൻറ്റ് ചെയ്യാൻ ഇവിടെ ഉണ്ടോ? ഇല്ല. അപ്പോൾ പ്രോഗ്രാം എറർ ഒന്നും കാണിക്കില്ല, ഒന്നും പ്രിൻറ്റ് ചെയ്യുകയും ചെയ്യില്ല. അതാണ്. അപ്പോൾ സ്വിച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സ്വിച്ചിൻ്റെ സിൻടാക്സ് നന്നായിട്ട് പഠിക്കുക, വാല്യൂസ് യുണീക്ക് ആയിരിക്കണം എന്ന് പഠിക്കുക, വാല്യൂസിൽ ഫ്ലോട്ടിംഗ് പോയിൻ്റ് വരരുതെന്ന് പഠിക്കുക. ബ്രേക്കും ഡീഫോൾട്ടും ഓപ്ഷണലാണ്. ബ്രേക്ക് എഴുതിയിട്ടില്ലെങ്കിൽ എപ്പോഴാണോ നെക്സ്റ്റ് ബ്രേക്ക് കാണുന്നത് അതുവരെ എന്ത് ചെയ്യും? പ്രിൻറ്റിങ് നടന്നുകൊണ്ടേയിരിക്കും. ഡീഫോൾട്ട് എഴുതിയിട്ടില്ലെങ്കിൽ കണ്ടീഷൻ ഒന്നുമായിട്ട് മാച്ച് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നും പ്രിൻറ്റ് ചെയ്യില്ല എന്നുള്ളത് വിചാരിക്കുക. ഡീഫോൾട്ട് എവിടെ വേണമെങ്കിലും എഴുതാം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലാസ്റ്റ് ഏത് ഡീഫോൾട്ട് വേണമെങ്കിൽ എനിക്ക് ഫസ്റ്റ് എഴുതാം, അല്ലെങ്കിൽ ഏതിൻ്റെയും ഇടയിൽ എഴുതാം, അതും കറക്റ്റാണ്. ഓക്കെ.